ഈ സമയത്ത് താങ്കൾ ഉപയോഗിച്ചിരുന്ന ഫോണിൽ നിന്നും ഭർത്താവിനെ വിളിക്കാനുള്ള ഒരു സമയവും സാവകാശവും കിട്ടിയില്ല. ഇവരുടെ കയ്യിലായിരുന്നു ഈ ഫോണൊക്കെ. പിന്നെ ഇവർ എൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു, ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വൈഫൈ ഹാക്ക് ചെയ്യുകയും മെയിൽ ഐ ഡി ഹാക്ക് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരാണ്, അതായത് അവരാണ് കോൾ എടുക്കുന്നത്. അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നത് ഇവർക്ക് കേട്ടോണ്ടിരിക്കാൻ. താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു, സ്പൈ ക്യാമറ ഒരെണ്ണം വെച്ചിരുന്നു. അതായത് ഇവരെന്തൊക്കെ ചെയ്യുന്നു, അപ്പൊ ഞാൻ കേസ് കൊടുക്കും, കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു. താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലോ? അതെ അതെ, നാട്ടിലുള്ള വീട്ടില്. ആ നാട്ടിലുള്ള വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡിന്റെ ഫാമിലി എവിടെ ഇല്ലേ, അതോ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ? അല്ലല്ല, ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഇവർ അതിക്രമിച്ച് കയറിയോ? അതായത് പുള്ളി പുറത്തു പോയ സമയം, പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ പുള്ളി പുറത്തു പോയ സമയം ഇവർ വന്ന് ക്യാമറ വെച്ചിട്ട് അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എവിടെയാണ്, നാടെവിടെയാണ്? ഞാൻ അത് ചോദിക്കുന്നത്. ഹസ്ബൻഡിന്റെ സ്ഥലം എവിടെയാണ്, അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. നേര്യമംഗലം. നേര്യമംഗലത്തെ വീട്ടിൽ അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കയറിയത് അല്ലേ? അതായത് അവര് പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്, അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി. അല്ല, പുറത്ത് CCTV വെച്ച് കഴിഞ്ഞാലും അതിന്റെ റിസീവറും റെക്കോർഡും എവിടെ വെച്ചു? അതിന്റെ മെഷീൻ ഇവർ റിമോട്ടിലായിട്ട് കണക്ട് ചെയ്തോ? പക്ഷെ എങ്കിലും ആ സാധനം കാണുമ്പോൾ അറിയാലോ, ക്യാമറ പുറത്തുകൂടിയാണ് കണക്ഷൻ എടുത്തിരിക്കുന്നെങ്കിൽ ഒരു പവർ സപ്ലൈ വേണം. ഞാൻ ഇത് അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ പോളി ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എൻ്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ആ റൂമിൽ വെച്ചിട്ട് ഇവരെന്റെ കൈകളിലാണ്, നീ പറയണ എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ? വീട്ടിൽ വെച്ച CCTV കണ്ടെത്തിയോ? വീട്ടിൽ വെച്ച CCTV കണ്ടില്ല. പിന്നെ ഇവർ വന്ന് അത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്നും വീട്ടിലിരിക്കുന്നവരല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ പോയപ്പോൾ അത് അവരെ എടുത്തിട്ട് പോയി. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം വാതിൽ തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന് CCTVയോ മറ്റു ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ? അതായത് ഇവർക്ക് അറിയാം എൻ്റെ വീടിന്റെ ചാവി എവിടെ ഇരിക്കണമെന്ന്. കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല, വീടിന്റെ ഒരു സൈഡിൽ വെക്കുകയാണ്. നേരത്തെ പരിചയമില്ലല്ലോ, ഈ AK സുനിലും മറ്റുള്ള സംഘാംഗങ്ങളുമായി താങ്കൾക്ക് പരിചയമില്ലല്ലോ. കാരണം ഞങ്ങളുടെ ഫോണിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണേ, എന്താണ് സംസാരിക്കുന്നതെന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും. മെസ്സേജ് അയച്ച് ഹാക്ക് ചെയ്തോ? അതായത് ഫോൺ അൺലോക്ക് അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങൾ. പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. ഹസ്ബൻഡിന്റെ നമ്പർ ഇവർക്ക് അറിയാമായിരുന്നു. ആ ഹസ്ബൻഡിന്റെ മൊബൈലിലേക്ക് ഇവർ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു അല്ലേ? അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. അത് എന്റെ ഫോണിൽ നിന്ന് ഞാൻ അതെ, ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്? ഹസ്ബൻഡ് ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്? പുള്ളി സോണി ആയിരുന്നു. സോണി. ഓക്കെ, ആ നമ്പറിലേക്ക് വിളിച്ച് ഹാക്ക് ചെയ്തു എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അപ്പൊ താങ്കൾ ഹസ്ബൻഡിനെ വിളിച്ചോ അതിനുശേഷം എപ്പോഴെങ്കിലും? അതെ, ഈ സംഭവം നടക്കുമ്പോൾ ഈ 3 ദിവസം എപ്പോഴെങ്കിലും ഹസ്ബൻഡിനെ വിളിച്ചോ? എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞപ്പോ പക്ഷെ ഇവരെനിക്ക് കോൾ തന്നില്ലായിരുന്നു. കാരണം ഞാൻ ഒരു അബോധാവസ്ഥയിലായിരുന്നു. കോളൊന്നും വന്നപ്പം എനിക്ക് എടുക്കാനോ ഇവരെനിക്കൊക്കെ കണക്ട് ചെയ്ത് തരുവോ ചെയ്തിട്ടില്ല. ലാസ്റ്റാണ് പുള്ളി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നപ്പം ഫോൺ എടുത്ത് കോൾ ഓണാക്കി സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞോ, എനിക്ക് ചുറ്റും ഇത്രയും പേരുണ്ട്, ഞാനിപ്പോൾ ഇവിടെ പിടിയിലാണ്, അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിൽക്കേണ്ട, നാട്ടിൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് അപ്പോൾ ഇവർ വിടില്ല, പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു അല്ലെ നാട്ടിൽ നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച് ദുബായിൽ നിന്ന്. അതെ, ഡിസംബർ 17 ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ?
ആ ഒരു 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ആ ദിവസം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. ഈ നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോകാൻ? അതായത് മേക്ക് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് ചെയ്യാൻ. ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ? കാരണം അത് എന്റെ 2 ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത. നാട്ടിലെ സിമ്മിട്ട ഒരു ഫോണും അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണുമായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ദുബായിൽ യൂസ് ചെയ്ത ഇവരോട് ചാറ്റ് ചെയ്ത വാട്സപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം ആയിരുന്നു, ഫോട്ടോ എടുത്തതും ഒക്കെ ആയിരുന്നു എൻ്റെ കയ്യിലിരുന്ന ഒരു ഫോൺ. ആ ഫോണാണ് അവർ പിടിച്ചെടുത്തത്.